വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു. ഇനി നമുക്ക് പലതരം ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് വോൾട്ട്മീറ്റേഴ്സും അമ്മീറ്റേഴ്സും ഉൾപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമുക്കറിയാം, അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. സാധാരണയായി നമ്മളത് കറണ്ട് മെഷർ ചെയ്യേണ്ട സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. സ്വാഭാവികമായും സീരീസ് ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് അതിന്റെ റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം അതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും പവർ ലോസും കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട്. എന്നാൽ വോൾട്ട്മീറ്ററുകളോ അവ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കും. എവിടെയാണോ ഈ മെഷർമെന്റ് നടത്തേണ്ടത് ആ സർക്യൂട്ടിന് എക്രോസ് ആയി അഥവാ പാരലൽ ആയിട്ടായിരിക്കും അവ കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ മീറ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് താരതമ്യേന അല്പം ഹയർ വാല്യൂ ആയിരിക്കുകയും ചെയ്യും. ഈ പറയുന്ന അമ്മീറ്റേഴ്സും വോൾട്ട്മീറ്റേഴ്സും പല എഫക്റ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാവാം. അവയിൽ പ്രധാനപ്പെട്ടത് ചില ടൈപ്പ് മീറ്റേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യമായി പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ PMMC മീറ്റേഴ്സ്. രണ്ടാമത്തേത് ഡൈനോമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. മൂന്നാമത്തേത് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്. നാലാമത്തേത് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സ്. അഞ്ചാമത്തേത് ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. അവ പ്രധാനമായും വോൾട്ട്മീറ്റേഴ്സ് ആണ്, മുൻപൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റേഴ്സും അമ്മീറ്ററും വോൾട്ട്മീറ്ററും കൺസ്ട്രക്ട് ചെയ്യാനായി പ്രവർത്തിപ്പിക്കുന്നവയിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നവയിൽ ആകാം. അപ്പൊ ഈ ഓരോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിലും എങ്ങനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? അങ്ങനെയെങ്കിൽ തീർച്ചയായും കൺട്രോളിംഗ് ടോർക്ക് ഏത് വിധത്തിലാണ് നമ്മളവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടി എന്ത് സംവിധാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യ പാഠ്യഭാഗങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കും. നോക്കൂ, അതിന്റെ ഭാഗമായി ആദ്യം നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. നോക്കണേ, പേര് സൂചിപ്പിക്കുന്നത് പോലെ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ, അതിൻ്റെ ഒരു ഫിഗർ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മൂവിംഗ് കോയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഏത് ഇൻസ്ട്രുമെന്റിന്റെയും ബേസിക് നീഡ്സ് എന്നുള്ള രീതിയിൽ ഒരു മൂവിംഗ് സിസ്റ്റം അവിടെ ഉണ്ട്. അതായത് ഒരു സ്പിൻഡിലും അത് രണ്ടെൻഡിലും പിവട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ജുവൽഡ് ബെയറിംഗ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം. ആ സ്പിൻഡിൽ ഒരു പോയിന്റർ ഉണ്ട്. പോയിന്റർ ഒരു കാലിബ്രേറ്റഡ് സ്കെയിലിൽ 0 to അതിന്റെ മാക്സിമം റേഞ്ച് വരെ മൂവ് ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മുടെ ആ മൂവിംഗ് സിസ്റ്റം തയ്യാറാക്കിയിട്ടുള്ളത്. എന്താ ഇവിടുത്തെ പ്രത്യേകത? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ടൈപ്പാണ്. അപ്പൊ സ്വാഭാവികമായും ആ മൂവിംഗ് സിസ്റ്റത്തിൽ നോക്കൂ, ഒരു കോയിൽ അറേഞ്ച് ചെയ്തിരിക്കും. കോയിൽ വിത്ത് ഫ്യൂ ടേൺസ്. അപ്പൊ അത് ഫൈൻ തിൻ കണ്ടക്ടേഴ്സ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നിട്ടോ നമ്മുടെ ഈ മൂവിംഗ് സിസ്റ്റം which is placed between a permanent magnet, അത് ഹോഴ്ഷൂ മാഗ്നറ്റ്, അതായത് യു ഷേപ്ഡ് ഒരു മാഗ്നറ്റിന്റെ സെൻട്രൽ പൊസിഷനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, the quantity to be measured is connected through that coil. അതായത് സ്പിൻഡിലിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കോയിലുമായി കണക്ട് ചെയ്താണ്
അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് കണക്റ്റഡ് ത്രൂ ദാറ്റ് കോയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ ക്വാണ്ടിറ്റി കടന്നു പോകുമ്പോൾ ആ മൂവിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ല അഥവാ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായിട്ട് മാറ്റപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൈനാമോമീറ്റർ എഫക്റ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഡിഫ്ലക്ട് ചെയ്യും എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. അപ്പോ ആ കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ടിന് പ്രപ്പോർഷണലായി അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട് എന്നും മനസ്സിലായി. ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കിയാൽ മതി. എന്തൊക്കെയാ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങനെ പ്രയോജനപ്പെട്ടെങ്കിൽ ഹൗ വി പ്രൊഡ്യൂസ് ദാറ്റ് കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഒന്നുകിൽ സ്പ്രിംഗ് കൺട്രോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ. നോക്കിയേ, ഈ ഫിഗറിൽ സൗകര്യപ്രദമായി നമ്മുടെ ഉപയോഗ ആവശ്യം കൂടി പരിഗണിച്ച് സ്പ്രിംഗ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോളും ആകാം, ഏതാണോ സൗകര്യം അത്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനിയിപ്പോൾ ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടി എന്താ ഉപയോഗിക്കുക? ഒന്നുകിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, അല്ലെങ്കിൽ എഡി കറന്റ് ഡാമ്പിംഗ്. ശരിയല്ലേ? അപ്പൊ ഈ ഫിഗറിൽ ഏതാണ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കി. ഇവിടെ ഡാമ്പിങ്ങിന് വേണ്ടി ഏത് മെത്തേഡ് ഉപയോഗിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിൽ എഡി കറന്റ് ഡാമ്പിംഗ് ഉപയോഗിക്കില്ല. ഒന്നുകിൽ എയർ ഫ്രിക്ഷനോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങോ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഈ എഡി കറന്റ് ഡാമ്പിംഗ് ഉപയോഗിക്കാത്തതിന്റെ കാരണം അതൊരു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ നമ്മൾ എഡി കറന്റ് ഡാമ്പിങ്ങിന് വേണ്ടി മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്താൽ അത് നമ്മുടെ ഈ മൂവിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏത് എഫക്റ്റ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ സൗകര്യപ്രദമായി കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയും ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടിയും മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അപ്പോൾ അത് മൂവിംഗ് കോയിൽ ആയാലും മൂവിംഗ് അയൺ ആയാലും അത് ഡൈനാമോമീറ്റർ ടൈപ്പ് ആയാലും ഇൻഡക്ഷൻ ടൈപ്പ് ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ആയാലും ഹോട്ട് വയർ ടൈപ്പ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് എഫക്ട് വിച്ച് യു യൂട്ടിലൈസ് ഫ്രം ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. അതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പൊ ഇനി ഒരു കാര്യം എടുത്തു പറയാം. നമ്മളോട് ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ പ്രത്യേക മീറ്ററുകളിൽ ചില ഡാമ്പിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇനി പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്കൊന്ന് പറയാം. ഈ ഡാമ്പിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പ്രത്യേക മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. അവയെ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാം. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഇറ്റ് ഈസ് മെയിൻലി ഫോർ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് is mainly used there in hot wire instruments and in moving iron instruments. എന്നാൽ fluid friction damping, that is mainly for laboratory purpose electrostatic instruments. Then eddy current damping, that is a very effective damping which can be used in moving coil instruments, dynamometer type instruments, induction type instruments, and hot wire instruments. പക്ഷേ ഓർക്കണം, it's not suitable for permanent magnet moving coil instruments. ഇനി ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. അത് നമ്മൾ ഗാൽവനോമീറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് ഡാമ്പിംഗ് ആണ്. ദാറ്റ് ഇസ് ഓൺലി ഫോർ യൂസ് ദെയർ ഇൻ ഗാൽവനോമീറ്റേഴ്സ്. കാരണം ഗാൽവനോമീറ്ററിന്റെ ഒരു പ്രത്യേകത നമ്മൾ പല ക്ലാസ്സുകളിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ ഗാൽവനോമീറ്ററിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൂടി പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളത്, ഏത് എഫക്റ്റ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവിടെ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ അതിന്റെ എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യുമെങ്കിലും
ബാക്കി വേണ്ട ടോർക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ അപ്ലിക്കേഷൻ ആൻഡ് വേർ ഇറ്റ് ഈസ് യൂസ്ഡ് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചാണ്. ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.